السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള പഠിതാക്കളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. പരലോകത്ത് മുനാഫിക്കുകൾ, സത്യനിഷേധികൾ, അവർക്ക് നഷ്ടം സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പ്രത്യേകമായി പ്രായശ്ചിത്തമൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നും അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും, അത് വളരെ മോശമായ പര്യവസാന സ്ഥലമാണ് എന്നതിനെക്കുറിച്ചാണ് 15-ാമത്തെ വചനത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിലുള്ളത് എന്താണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പരാജയപ്പെടുന്ന ആളുകളുടെ, അവിടെ വെച്ച് വെളിച്ചം നഷ്ടപ്പെടുന്ന ആളുകളുടെ, ആ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി അവർ യാചിക്കുന്ന അവസ്ഥ, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവരിൽ നിന്ന് യാതൊരു ഫിദിയയും സ്വീകരിക്കുകയില്ല. അവരുടെ വാസസ്ഥലം നരകമായിരിക്കും
തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുകയാണ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അനാ യഅ്നി എന്ന് പറഞ്ഞാൽ സമയമാവുക. അനാ യഅ്നി അനിയൻ വ അനാതൻ വ ഇന. അനാ യഅ്നി അനിയൻ വ അനാതൻ വ ഇന, സമയമാവുക, സമയമാവുക. ഹാന. അലം യഅ്നി, സമയമായിട്ടില്ലേ? ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക്. ആമന യുഅ്മിനു ഈമാനൻ. എന്തിനു സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് വിനയപ്പെടാൻ. ഖശഅ യഖ്ശഉ ഖുശൂഅൻ, വിനയപ്പെടുക. അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് വിനയപ്പെടാൻ, മടങ്ങി വരാൻ സമയമായിട്ടില്ലേ? എവിടേക്ക്? ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് മടങ്ങി വരാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, സത്യത്തിൽ നിന്നും അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും അഥവാ പരിശുദ്ധ ഖുർആനിലേക്ക്, മറ്റു വഹീൻ്റെ സന്ദേശങ്ങളിലേക്ക്. വമാ നസല മിനൽ ഹഖ്, നസല യൻസിലു നുസൂല, നസല യൻസിലു നുസൂലൻ, ഇറങ്ങുക. വമാ നസല മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റിലേക്കും ഹൃദയങ്ങൾക്ക് വിനയപ്പെട്ടു വരാൻ വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? വലാ യകൂനു, അവർ ആയിത്തീരാതിരിക്കാനും. കാന യകൂനു കൗനൻ വലാ യകൂനു കല്ലദീന, ഒരു വിഭാഗത്തെപ്പോലെ അവർ ആവാതിരിക്കാനും അവർക്ക് സമയമായില്ലേ? ആരാണവർ? ഊത്തുൽ കിതാബ, അവർ വേദം നൽകപ്പെട്ടവരാണ്. ഊത്തുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ അഥവാ യഹൂദ ക്രൈസ്തവർ. കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലു, ഇതിനു മുമ്പ് അഥവാ ഖുർആനിനു മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആയിത്തീരാതിരിക്കാനും സമയമായില്ലേ? എന്തായിരുന്നു അവരുടെ പ്രശ്നം? ഫതാല അലൈഹിം അൽ അമദു, ഫതാല അലൈഹിം, അവരുടെ മേൽ ദീർഘിച്ചു. ത്വാല യതൂലു തൗലൻ വതൂലൻ, ത്വാല യതൂലു തൂലൻ, വർദ്ധിക്കുക. ഫതാല അലൈഹിം, അവരുടെ മേൽ വർദ്ധിച്ചു. അൽ അമദു, കാലം, സമൻ, സമയം അവരുടെ മേൽ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം. നുബുവത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ഒരുപാട് കാലം അവർക്ക് കഴിഞ്ഞുപോയി. അപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഖസാ യഖ്സു ഖസാവതൻ, കടുത്തുപോവുക, കടുത്തുപോവുക. ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും, അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖൂൻ, അധർമ്മകാരികളായിരുന്നു. ഫസുഖ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുക. യഫ്സുഖു ഫിസ്ഖൻ വ ഫുസൂഖ, അധർമ്മം കാണിക്കുക, അനുസരണക്കേട് കാണിക്കുക. അവരിൽ മഹാഭൂരിപക്ഷവും അധർമ്മകാരികളായിരുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അതേപോലെ തന്നെ വമാ നസല മിനൽ ഹഖ്, സത്യമായി അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് ഹൃദയം വിനയപ്പെടാൻ അവർക്ക് സമയമായില്ലേ? അലം യഅ്നി ലില്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്കും സത്യത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും വിനയപ്പെട്ടു വരാൻ അവർക്ക് സമയമായിട്ടില്ലേ? അപ്പോൾ സദാസമയവും അള്ളാഹുവിനെ ഓർക്കലും അവന് വിനയപ്പെടലും അള്ളാഹു അവതരിപ്പിച്ച സത്യത്തിലേക്ക് നിരന്തരമായി മടങ്ങലും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കലുമാണ് സത്യവിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ
ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ല രേഖപ്പെടുത്തിയതുപോലെ അത്തസ്ദീഖു ബില്ലാഹി വർ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തലാണ് ഈമാൻ. ഈ സത്യപ്പെടുത്തൽ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രകടമാവണം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നതിനെ നമ്മുടെ കൗല് കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ ഹൃദയത്തിലെ നിയ്യത്ത് കൊണ്ടും സ്ഥാപിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം അത്തസ്ദീഖുൽ ജാസിമു, ശക്തമായ സത്യപ്പെടുത്തലാണ്. എങ്ങനെ സത്യപ്പെടുത്തണം? ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, വാക്കുകൊണ്ട് സത്യപ്പെടുത്തണം, കർമ്മങ്ങൾ കൊണ്ടും സത്യപ്പെടുത്തണം. അപ്പോൾ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുകയും വാക്കുകളിലും കർമ്മങ്ങളിലും അത് കുറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിലെ ഈമാനിൻ്റെ ദുർബലതയാണത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത് അൽ ഈമാനു ഇഅ്തിഖാദുൻ വ ഖൗലുൻ വ അമലുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും ശരീരം കൊണ്ട് പ്രവർത്തിക്കലുമാകുന്നു ഈമാൻ. ഇത് മൂന്നും ഈമാനാണ്. പലരും ധരിച്ചത് ഈമാൻ ഹൃദയത്തിലല്ലേ? അല്ല, ഈമാൻ ഖൗലിലുമുണ്ട്, ഈമാൻ അമലിലുമുണ്ട്. ഹൃദയത്തിൽ മാത്രമല്ല, ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഖൗലിലുമുണ്ടാകും, അമലിലുമുണ്ടാകും. യസീദു ബിത്വാഅ, അനുസരണത്തിലൂടെ ഈമാനിൽ വർധനവുണ്ടാകുന്നു. വയൻഖുസു ബിൽ മഅസിയ, അനുസരണക്കേട് കാണിക്കുമ്പോൾ ഈമാനിൽ കുറവുണ്ടാകുന്നു. അപ്പോൾ ഒരാളുടെ അമലിലുള്ള കുറവ് ഈമാനിൻ്റെ കുറവിൻ്റെ അടയാളമാണ്. ഒരാളുടെ അമലിലെ വർധനവ് ഈമാനിൻ്റെ വർധനവിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അലം യഅ്നി ലില്ലദീന ആമനൂ, ഈമാനുള്ളവർക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് വഴിപ്പെട്ടു വരാൻ. വമാ നസല മിനൽ ഹഖ്, സത്യമായി അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിലേക്കും. കാരണം ഖുർആനിലേക്ക് ഹൃദയം ശരിക്കും വഴിപ്പെട്ടാൽ ശരീരം കൊണ്ട് ഉള്ള അമലിൽ അത് പ്രകടമാകും. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അഹ്സനായ ഹദീസിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ഖുർആനിൻ്റെ പ്രത്യേകത തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ അതുകൊണ്ട് വിറകൊള്ളുന്നതാകുന്നു. സുമ്മ തെലീനു ജുലൂദുഹും വഖുലൂബുഹും, പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വഴിപ്പെട്ടു വരുന്നതാണ്. അവിടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞ് മാത്രം നിർത്തിയില്ല, അവരുടെ ജുലൂദുകൾ, അവരുടെ ശരീരം. അപ്പോൾ ശരീരവും ഹൃദയവും ഒരുമിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങലാണ് യഥാർത്ഥ ഖുശൂഅ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നോക്കുക, ജംഅ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. ഈമാൻ ഹൃദയത്തിൽ മാത്രം മതിയായിരുന്നെങ്കിൽ അങ്ങനെ നിർത്തിയില്ല. പിന്നെ പറയുന്നതൊക്കെ അമലാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നതൊക്കെ ആ ഈമാനുള്ളവരുടെ അമലുകളെക്കുറിച്ചാണ്. الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون തുടങ്ങി എല്ലാം അമാലുകളാണ്. അപ്പോൾ ഖുശൂഅ്, ഈമാൻ, ശരിയായ ഈമാൻ അമലിലേക്ക് നയിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈന്യൂട്ടായ കാര്യം വരെ കാണാം. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാനിൻ്റെ 3 കാര്യങ്ങളും ഇതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈമാൻ 70-ൽ പരം ശാഖകളാകുന്നു. ഈമാൻ 70-ൽ പരം ശാഖകളാകുന്നു. അതിലൊന്നാമത്തത് അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൗലാണ്. വ അദ്നാഹ, അതിൻ്റെ ഏറ്റവും താഴെയുള്ളത് പോലും എന്താണ്?
ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കൽ ഈമാനാണ്. അത് ഈമാനിൻ്റെ പുറത്തല്ല. ആ വഴിയിൽ നിന്ന് മാലിന്യം നീക്കുക എന്നതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വ്യക്തി ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം കണ്ടു, ഒരു മുള്ളുള്ള മരം കണ്ടു. അദ്ദേഹം ആ ഭാഗം വഴിയിൽ നിന്ന് വെട്ടിമാറ്റി അള്ളാഹു അയാളോട് നന്ദി കാണിക്കുകയും അതിൻ്റെ പേരിൽ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വഴിയിൽ നിന്ന് മാലിന്യം നീക്കിയതിൻ്റെ പേരിലാണ് ആ വ്യക്തിയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. അത്രക്കും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ഈമാനിൻ്റെ അദ്നാഹ, ഏറ്റവും താഴെയുള്ള ഫറആണ്. അപ്പോൾ അതിൻ്റെ മേലുള്ള ഫറഅൊക്കെ എത്രയാണ്, എത്ര ഗൗരവമുള്ളതാണ്. വൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്, അത് ഹൃദയം കൊണ്ടുള്ളതാണ്. അപ്പോൾ ഈമാൻ ഹൃദയത്തിലുണ്ട്, ഈമാൻ വാക്കുകളിലുണ്ട്, ഈമാൻ പ്രവർത്തനങ്ങളിലുണ്ട് എന്ന് ഈ ഹദീസ് തെളിയിക്കുന്നു. അപ്പോൾ ശരിയായ ഈമാൻ ഉണ്ടെങ്കിൽ അതവരുടെ ഹൃദയത്തിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും കാണാൻ സാധിക്കും. ആ പ്രവർത്തനങ്ങളിലുള്ള കുറവ് അവരുടെ ഈമാനിൻ്റെ കുറവിനെ കാണിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു ഐ അല്ലദീന സദ്ദഖുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദിക്റിലേക്കും അള്ളാഹു അവതരിപ്പിച്ച ഹക്കിലേക്ക്, ഖുർആനിലൂടെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ച തൗഹീദ് അടക്കമുള്ള ഹക്കിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണിത്, മാ കാന ബൈന ഇസ്ലാമിന വ ബൈന അൻ ആതബന അല്ലാഹു ബിഹാദിഹിൽ ആയ ഇല്ലാ 4 സിനീൻ. ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് ഏകദേശം 4 വർഷമായപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. സ്വഹാബികളോടാണിത് ചോദിച്ചത്. അതും എവിടെയുള്ള സ്വഹാബികൾ? മക്കയിലുള്ള സ്വഹാബികൾ. അബൂബക്കർ, ഉമർ തുടങ്ങിയ പ്രഗത്ഭരായ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികൾ ജീവിച്ചിരുന്നപ്പോൾ ആ സ്വഹാബത്തിനോടാണിത് ചോദിച്ചതെങ്കിൽ ഈ ചോദ്യം 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു ഉമ്മത്തിനോട് എത്ര ഗൗരവത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. കാരണം ഇത് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണല്ലോ. അപ്പോൾ അവരിൽ കാണപ്പെട്ട ആ ചെറിയ ഒരു ലാഞ്ചന പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ ചോദിക്കുന്നുവെങ്കിൽ അത്രയും ഗൗരവമുള്ള വിഷയമാണിത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ യാതൊരു നിലക്കും അമലുകളിൽ കുറവ് വരാതെ, ഹൃദയം കടുത്തു പോകാതെ നിരന്തരമായ അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നാം തളച്ചിടണം നമ്മുടെ ഹൃദയത്തെ. അതുകൊണ്ടാണ് വീണ്ടും ഉടനെ തന്നെ പറഞ്ഞത്, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, അവർ ആയിത്തീരാതിരിക്കുവാനും, ആരെപ്പോലെ? ഇവർക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെപ്പോലെ ആയിത്തീരാതിരിക്കാൻ. കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു, യഹൂദ ക്രൈസ്തവരാണ് ഉദ്ദേശം. ഫതാല അലൈഹിമുൽ അമദു, കാലം അവരുടെ മേൽ ദീർഘിച്ചു. അമദ് എന്ന് പറഞ്ഞാൽ അസ്സമൻ, കാലം. കാലം അവരുടെ മേൽ ദീർഘിച്ചപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. കാലം ദീർഘിച്ചാൽ ഹൃദയം കടുത്തുപോകുമോ? ഇവിടെ ഉദ്ദേശം കാലം ദീർഘിക്കുകയും വേദത്തിൽ നിന്നും പ്രവാചകന്മാരുടെ സന്ദേശത്തിൽ നിന്നും അവർ അകലുകയും ചെയ്തപ്പോൾ എന്നാണ്. അത് ഏതു ഉമ്മത്തിലും സംഭവിക്കാം. മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും സ്വഹീഹായ സനദോടുകൂടി ധാരാളം മുഹദ്ദിസുകൾ അവരുടെ സുനനുകളിലും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന അവ്വല മാ യുർഫഉ മിനൻ നാസി അൽ ഖുശൂ', ജനങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുന്നത് ഖുശൂ' ആയിരിക്കും. ഹൃദയത്തിൻ്റെ ഭക്തി അതായിരിക്കും ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുന്നത് എന്നാണ്. അങ്ങനെ ആളുകൾക്ക് ഈമാൻ കാര്യങ്ങളോടും ഇസ്ലാം കാര്യങ്ങളോടുമൊക്കെ വലിയ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതങ്ങനെ വർദ്ധിച്ചു വരികയും അവസാനം ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും.
ഇങ്ങനെ ഈമാനിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് ആളുകൾ അകലുകയും തന്നിഷ്ടപ്രകാരം വേദങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തെ അള്ളാഹു കടുത്തതാക്കി തീർക്കും. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ മാഇദയിലെ 13-ാമത്തെ ആയത്തിൽ വേദക്കാരുടെ ഹൃദയം കടുത്തു പോകാനുള്ള കാരണങ്ങളിലൊന്ന് ഫബിമാ നഖ്ദിഹിം മീസാഖഹും, അവരോട് അള്ളാഹു നടത്തിയ കരാറുകളൊക്കെ അവർ ലംഘിച്ചു. അതേപോലെ തന്നെ അവർ അള്ളാഹുവിനോട് നടത്തിയ കരാറുകളെല്ലാം അവർ ലംഘിച്ചു. ലഅന്നാഹും, അപ്പോൾ നാം അവരെ ശപിക്കുകയുണ്ടായി. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയങ്ങളെ നാം കടുത്തതാക്കി. അപ്പോൾ ഹൃദയങ്ങൾ കടുത്തു പോകാനുള്ള ഒന്നാമത്തെ കാരണം അള്ളാഹുവുമായി നാം നടത്തുന്ന കരാറുകളിൽ വരുത്തുന്ന വീഴ്ചകളാണ്. ഫബിമാ നഖ്ദിഹിം മീസാഖഹും, അവരുടെ മീസാക്കുകളെ, കരാറുകളെ അവർ നഖ്ദ് ചെയ്തു. എന്തായിരുന്നു അവരോടുള്ള കരാറ്? വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന തുടങ്ങി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക് തുടങ്ങിയവർക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കണം എന്നിങ്ങനെയുള്ള ഈമാനിൻ്റെ, ഇഹ്സാനിൻ്റെ കാര്യങ്ങളായിരുന്നു. അതിലൊക്കെ കുറവ് വന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. തീർന്നില്ല, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ, വാക്കുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് വ്യാഖ്യാനിക്കുന്നത് അവർ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ വേദവാക്യങ്ങളെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എന്ത് മഖ്സദിനാണ് ഒരായത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യത്തിന് വേണ്ടി ആ ആയത്തിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ലാഹിറായി വന്ന വചനങ്ങളെ അവനവൻ്റെ താല്പര്യമനുസരിച്ച് അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും തെറ്റായ അർത്ഥം നൽകുവാനും ദുർവ്യാഖ്യാനം നൽകുവാനും അവർ തയ്യാറായി. വനസൂ ഹള്ളം മിമ്മാ ദുഃഖിറൂ ബിഹി, അവർക്ക് അള്ളാഹു നൽകിയ ഉപദേശങ്ങളെ അവർ മറന്നുപോവുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റിനെ മറന്നു പോവുക, വേദങ്ങളെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുക, അള്ളാഹുവിനോട് നടത്തുന്ന കരാറുകളൊക്കെ ലംഘിക്കുക, ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഖുശൂഅ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഹൃദയങ്ങൾ കടുത്തു പോകുന്നു. ഐ ഫസദത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വസാറ മിൻ സജിയ്യതിഹിം തഹരീഫുൽ കലിമി അൻ മവാദിഇ, ഖുർആനിനെയും ഹദീസിനെയും അവർ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. വതറകുൽ അമാലല്ലതി ഉമിറൂ ബിഹ, കൽപ്പിക്കപ്പെട്ട അമലുകളൊക്കെ അവർ ഉപേക്ഷിച്ചു. വർത്തകബൂ മാ നുഹൂ അൻ, വിലക്കിയതൊക്കെ അവർ ചെയ്യാനും തുടങ്ങി. വലിഹാദ, ഇക്കാരണത്താൽ നഹല്ലാഹുൽ മുഅ്മിനീന അൻ യതശബ്ബഹൂ ബിഹിം ഫീ ഷൈഇൻ മിനൽ ഉമൂരിൽ അസ്ലിയ്യതി വൽ ഫർഇയ്യ, അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായതും ശാഖാപരമായതുമായ എല്ലാ വിഷയങ്ങളിലും യഹൂദ ക്രൈസ്തവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ അള്ളാഹു മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ ആയത്തിലൂടെ. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വേദക്കാരുടെ ഹൃദയം കടുത്തുപോയത് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ്. അതുപോലെയുള്ളത് നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. രണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. മൂന്ന്, വേദങ്ങളെ, ഖുർആനിനെ, സുന്നത്തിനെ നിങ്ങളുടെ തന്നിഷ്ടപ്രകാരം നിങ്ങൾ വ്യാഖ്യാനിക്കുവാൻ പാടില്ല. നാലാമത്തത്, റഹ്മാനായ റബ്ബിനോട് നിങ്ങൾ എന്തെല്ലാമാണോ കരാറുകൾ നടത്തുന്നത് ആ കരാറുകൾ നിങ്ങൾ പാലിക്കുകയും വേണ്ടതുണ്ട്. ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون, അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖീങ്ങളായിരുന്നു. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്നതിനാണ് ഫിസ്ഖ് എന്ന് പറയുക. അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോകാനുള്ള മറ്റൊരു കാരണം അവരുടെ അനുസരണക്കേടാകുന്നു. അങ്ങനെ നിരന്തരമായ അനുസരണക്കേട് സംഭവിക്കുമ്പോൾ അവിടെ ദഅവത്ത് കുറയുന്നു. ദഅവത്ത് കുറയുമ്പോൾ നന്മയും തിന്മയും പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടം സംജാതമാകുന്നു. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇത്രീസ് ഇബ്നു ഉർഖൂബ് റളിയല്ലാഹു അൻ, അദ്ദേഹം അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഹലക മൻ ലം യഅ്മുറു ബിൽ മഅറൂഫി വയൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാതിരിക്കുകയും തിന്മ വിരോധിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നശിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു.
ഫഖാല അബ്ദുല്ലാഹ്, അപ്പോൾ അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഹലക മല്ലം യഅരിഫ് ഖൽബുഹു മഅറൂഫ വലം യുൻകിർ ഖൽബുഹു മുൻകറാ. അദ്ദേഹം പറഞ്ഞത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ നശിച്ചിരിക്കും. അപ്പോൾ അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ മേലുള്ളൊരവസ്ഥ പറയാണ്. എന്താണത്? നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് തിരിച്ചറിയാത്തവർ നശിച്ചിരിക്കും. ഏറ്റവും വലിയ ഫിത്ന അതാണ്. ഒരാൾ ഇത് നന്മയാണിത് തിന്മയാണെന്ന് തിരിച്ചറിവുള്ള കാലത്തോളം ഒന്നിനെ വിലക്കാനും മറ്റൊന്ന് കൽപ്പിക്കാനും ആളുകൾ തയ്യാറാവും. എന്നാൽ നന്മയും തിന്മയും പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടം വരും. തിന്മയെ നന്മയായി പോലും അവതരിപ്പിക്കപ്പെടും, നന്മയെ തിന്മയായും. ആധുനിക കാലഘട്ടം അങ്ങനെയാണ്. ധാർമ്മികത എന്തോ വലിയ പാപമാണ്, കുത്തഴിഞ്ഞ ജീവിതമാണ് മാനവികത എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുത്തഴിഞ്ഞ ജീവിതം മാനവികതയും ധാർമ്മിക ജീവിതം പിന്തിരിപ്പനുമാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള വമ്പിച്ച ഫിത്നയിലാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീൽ ലമ്മ താല അലൈഹിമുൽ അമദ്, ബനു ഇസ്രായേലർ കാലം ദീർഘിച്ചപ്പോൾ വഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഇഖ്തറഉ കിതാബൻ മിൻ ബൈനി ഐദീഹിം വ അർജുലിഹിം ഇസ്തഹവത്തുഹു ഖുലൂബുഹും വസ്തഹല്ലത്തുഹു അൽസിനതുഹും വഖാലു നഅരിദു ബനി ഇസ്രായീല അലാ ഹാദൽ കിതാബ് ഫമൻ ആമന ബിഹി തറക്നാഹ് വമൻ കഫറ ബിഹി ഖതൽനാഹ്. വേദക്കാർ കാലം ദീർഘിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ വകയായി ചില വേദവാക്യങ്ങൾ കൂട്ടി ചേർത്തുണ്ടാക്കി. അവരായി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. നമുക്കറിയാം, വേദക്കാർക്കിടയിൽ പ്രസിദ്ധമാണ് അവരുടെ കുത്തുബുകൾ. അവരുടെ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിലേറ്റവും കൂടുതലുള്ളത് ആളുകൾ എഴുതിയ കാര്യങ്ങളാണ്. ഓരോന്നിനും ഓരോ ലേഖകന്മാരുണ്ട്. അപ്പോൾ അവർ തന്നെ അവരുടെ വകയായി കിതാബുകൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ആരാണോ, എന്നിട്ട് അവർ പറഞ്ഞു, നഅരിദു ബനി ഇസ്രായീൽ അലാ ഹാദൽ കിതാബ്, ബനു ഇസ്രായേലർക്ക് നമ്മൾ ഈ എഴുതിയത് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ പിൻപറ്റിയവൻ അവന് നമ്മൾ വെറുതെ വിടും, ഇതിനെ പിൻപറ്റാത്തവരെ നമ്മൾ കൊന്നുകളയുകയും ചെയ്യും. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി വന്നത്, ട്രിനിറ്റി വന്നത്, തൃത്വം എന്ന സിദ്ധാന്തം വന്നത്. ആ സിദ്ധാന്തം അവർ വേദത്തിൻ്റെ പിൻബലത്തോടു കൂടി അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ അവരുടെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണത്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. സ്വന്തം കൈകൾ കൊണ്ട് കിതാബ് എഴുതിയുണ്ടാക്കിയിട്ട് പറഞ്ഞു ഇത് വേദവാക്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ കൊണ്ടുവന്ന പുതിയ വാദത്തെ അംഗീകരിക്കാത്തവരെ അവർ കാഫിറുകളായി പ്രഖ്യാപിക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്തു. എന്നാൽ അവരുടെ വാദങ്ങൾ അംഗീകരിച്ചവരെ അവർ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് അവരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു. അയാൾ വേദത്തിൽ, ശരിയായ വേദത്തിൽ അറിവുള്ള ആളായിരുന്നു. അദ്ദേഹം ശരിയായ വേദത്തെ എന്ത് ചെയ്തു? എഴുതി, ചെറിയ അതിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എഴുതി തൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹം പിടിക്കപ്പെടും. ഞാൻ ഇബാറത്ത് വായിക്കുന്നതിൽ ആശയം പറയാം. അദ്ദേഹത്തിനറിയാം അത് പിടിക്കപ്പെടും, അയാളെയും പിടിക്കപ്പെടും എന്ന് അദ്ദേഹത്തിനറിയാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ശരിയായ തൗറാത്തിൻ്റെ ആശയങ്ങളെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി തൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടു. അപ്പോൾ ഈ ടീം വന്നു, അദ്ദേഹത്തെ പിടിച്ചു. താങ്കൾ ഈ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരറിയാതെ തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടി, നെഞ്ചിലേക്ക് ചൂണ്ടി. കാരണം അതവിടെ ഞാൻ ഈ വേദത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ ഈ വേദത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് തൻ്റെ വിരൽ കൊണ്ട് തൻ്റെ കഴുത്തിലുള്ളതിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഇവർ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന്. അദ്ദേഹം നേരെ തിരിച്ചാണ് പറഞ്ഞത്. ആ വ്യക്തിയെ വെറുതെ വിട്ടു. പിന്നീട് അയാളിലൂടെയാണ് തൗറാത്തിൻ്റെ ശരിയായ ആശയങ്ങൾ പിന്നീട് മറ്റുള്ളവരിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ഹിക്മത്തുകൾ ഉണ്ടാകും, അത് ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം ആളുകൾ കൂടുകയുണ്ടായി. അപ്പോൾ ഈ നിലക്ക് ശരിയായ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച ആശയങ്ങൾ വ്യാപിക്കപ്പെടുകയും വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങൾ ഉറബാകൾ മാത്രം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഗുറബ.
ഇസ്ലാം വളരെ അപരിചിതമായിട്ടാണ് തുടങ്ങിയത്. അതേപോലെ അപരിചിതമായ ഒരവസ്ഥയിലേക്ക് ഇസ്ലാം മാറും. ആർക്കും ഇസ്ലാമിനെക്കുറിച്ച് അറിയില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവനെ അപരിചിതരായിട്ട് ആളുകൾ കാണും. ആര്? മുസ്ലിമീങ്ങൾ. ഫത്തൂബാലിൽ ഉറബ എന്നാണ്. ആ ഉറബാക്കൾക്ക് മംഗളമുണ്ടെന്നാണ്. കാരണം ഇതേതാണ് ടീം എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ അവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ തിന്മയുടെ വ്യാപനം കൊണ്ട്, ഷിർക്കിൻ്റെ വ്യാപനം കൊണ്ട് ആളുകൾ ധരിക്കുന്നത് എന്താണ്? ഇതാണ് ഇസ്ലാം എന്നാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങളും യഥാർത്ഥ മുസ്ലിമീങ്ങളായി കാണുന്നത് ആരെയാണ്? ജാറം കെട്ടി ഉയർത്തുകയും അവിടെ ഉത്സവം നടത്തുകയും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സൂഫിയാക്കളാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് ചാനലുകളിലൊക്കെ ആളുകൾ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയുണ്ടാകും. അത്തരമൊരവസ്ഥ മുസ്ലിമീങ്ങൾക്കില്ലാതിരിക്കാൻ ഖുർആനിനെ മുറുകെ പിടിക്കുക, ഹദീസുകളെ മുറുകെ പിടിക്കുക, ഭക്തി നിർഭരമായ, തഖ്വയിലധിഷ്ഠിതമായ, ഈമാനിലും ഇഖ്ലാസിലും അധിഷ്ഠിതമായ, അമാലുകളിൽ അധിഷ്ഠിതമായ ജീവിതം അവർ നയിക്കുക. അതിൽ ഒരിക്കലും വീഴ്ച വരരുത്. വന്നാൽ ഹൃദയം കടുത്തുപോകും, നിങ്ങൾ ഫാസിഖീങ്ങളായി പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇഅലമു, അറിയുക, എല്ലാവരും അറിയുക. അലിമ യഅലമു ഇൽമൻ, യഅലമു അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, ഭൂമിയെ അതിൻ്റെ മരണത്തിന് ശേഷം, അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു ഭൂമിക്ക് ജീവൻ നൽകുന്നു. അഹ്യ യുഹ്യി ഇഹ്യാഅൻ, ജീവൻ നൽകുക. ബഅദ മൗതിഹാ, അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം. ഖദ് ബയ്യന്ന ലക്കുമുൽ ആയാത്ത്, ഖദ് ബയ്യന്ന, തീർച്ചയായും നാം വിശദീകരിക്കുന്നു. ബയ്യന യുബയ്യിനു തിബിയാനൻ, വിശദീകരണം. ഖദ് ബയ്യന്ന, നിശ്ചയം നാം വിശദീകരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്ത്, ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ. ലഅല്ലക്കും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. അഖല യഖിലു അഖലൻ, ചിന്തിക്കുക. ലഅല്ലക്കും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു തരുന്നു. ഇവിടെ ഹൃദയം കടുത്തുപോകുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ തത്വമായി കൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട് കിടക്കുന്ന ഹൃദയങ്ങളെ ജീവൻ നൽകാൻ കഴിവുള്ളവനാണ്. വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു അത് നൽകും. അത് യഥാർത്ഥ റൂഹാണ്. വകമാ നുഹ്യി ഹാദിഹിൽ അർദൽ മൈതത ബഅദ ദുറൂസിഹാ, ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറയുന്നത്, ഭൂമിയെ അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം മഴ പെയ്യിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഭൂമിക്ക് ജീവൻ നൽകുന്നത് പോലെ കദാലിക നഹ്ദിൽ ഇൻസാന ദ്ദാല്ല അനിൽ ഹഖ് ഇലൽ ഹഖ്, സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ അള്ളാഹു സത്യത്തിലേക്ക് വഴി നടത്തുന്നു. ഫനുവഫിഖുഹു വനുസദ്ദിദഹു ലിൽ ഈമാനി ഹത്താ യസീറ മുഅ്മിനൻ മിൻ ബഅദി കുഫ്രിഹി വമുഹ്തദിയൻ മിൻ ബഅദി ളലാലഹ, കുഫറിൽ നിന്ന് ഈമാനിലേക്ക്, ളലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് അള്ളാഹു മനുഷ്യ ഹൃദയങ്ങളെ വഴി നടത്തുന്നു. പരിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങാൻ പറയുന്നത്, ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിർജീവാവസ്ഥയെ ഇല്ലാതെയാക്കും. നിരന്തരമായ ഓർമ്മയാണ് ഹയാത്ത്. ദിക്റുകൾ കുറയുന്നതിനനുസരിച്ച് ജീവൻ നഷ്ടപ്പെടും. ദിക്റുകൾ തീരെയില്ലെങ്കിൽ മരിച്ചു പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുല്ലദീ യദ്കുറുല്ലാഹ് വല്ലദീ ലാ യദ്കുറുല്ലാഹ് കമസലിൽ ഹയ്യി വൽ മയ്യിത്തി, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളും തമ്മിലുള്ള ഉപമ ജീവിച്ചിരിക്കുന്ന ഒരാളും മരിച്ച ഒരാളും തമ്മിലുള്ള ഉപമ പോലെയാണ്. ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഒരാൾക്ക് ജീവനുണ്ട്. അതുപോലെയാണ് ദിക്റ് ചൊല്ലുന്ന ഒരു മനുഷ്യനും ദിക്റ് ചൊല്ലാത്തൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാളും ഒരു വീട്ടിലായിരിക്കാം, ഒരു നാട്ടിലായിരിക്കാം, അയൽവാസികളായിരിക്കാം. ഒരാൾ മരിച്ച ആളാണ്, ഒരാൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. കാരണം ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നു, മറ്റൊരാൾ അള്ളാഹുവിനെ ഓർക്കുന്നേ ഇല്ല. അള്ളാഹുവിൻ്റെ ദിക്റ് ഹയാത്താണ്, ഖുർആൻ ഹയാത്താണ്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ,
ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് റൂഹ് എന്നാണ്, ആത്മാവാണ്. കാരണം ആത്മാവ് ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ജീവൻ ഉണ്ടാകും, ആത്മാവില്ലെങ്കിലോ ജീവൻ നഷ്ടപ്പെടും. എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ റൂഹാണ്, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു, അവർ മരിച്ചു കിടക്കുന്നവരാണ്. ഫഅഹ്യൈനാഹു, നാം അവർക്ക് ജീവൻ നൽകി. വജഅൽനാ ലഹു നൂറ, ഒരു പ്രകാശവും നൽകി. ആ ജീവിതം കൊണ്ട്, ആ പ്രകാശം കൊണ്ട് അവർ സമൂഹത്തിലൂടെ നടക്കും. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കൂ. എന്നാൽ ആ ഒരവസ്ഥയിൽ നിന്ന് എപ്രകാരമാണ് അള്ളാഹു വ്യക്തിത്വത്തിൻ്റെ വിപരീത ദിശയിലുള്ള അതുല്യമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് നോക്കൂ. സ്വഹാബികൾ ഒന്നടങ്കം ഏകദേശം അങ്ങനെ തന്നെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് നിർജീവമായി കിടന്നിരുന്ന ആത്മാവും ഹൃദയവും അതിലേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ നിർജീവാവസ്ഥയിൽ നിന്ന് ഭൂമിയിൽ പച്ച പിടിച്ച് പച്ചപ്പ് വന്നതുപോലെ ഈമാനിൻ്റെ തഖ്വയുടെ ഇഖ്ലാസിൻ്റെ നാമ്പുകൾ മുളച്ചു പൊന്തി പിന്നീട് അത് പ്രവാചകൻ്റെ നിരന്തരമായ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ അത് പടർന്ന് പന്തലിച്ച് അങ്ങനെ ലോകത്തിന് മുഴുവൻ തണലായി പ്രകാശമാകുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിയത് നോക്കൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹൃദയങ്ങൾ കടുത്തുപോയവരെ നിരാശപ്പെടേണ്ടതില്ല. ഹൃദയങ്ങൾ കടുത്തുപോയവർ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ ലോലമാക്കുന്ന, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തെ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകൂ, നിങ്ങൾക്ക് ജീവിതം നൽകുന്നതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുമ്പോൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നതിലേക്ക് അതിന് ഉത്തരം നൽകുന്നവരാരോ അവർക്കാണ് ജീവിതമുള്ളത്, അവർക്കാണ് ശരിയായ ഹയാത്തുള്ളത്. ഇഅലമൂ അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു ജീവൻ നൽകുന്നു. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആയാത്തുകളെ വിശദീകരിച്ചു തരുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി, ആലോചിക്കുവാൻ വേണ്ടി. ഇന്നൽ മുസ്വദ്ദിഖീന വൽ മുസ്വദ്ദിഖാത്ത്, നിശ്ചയമായും ഇവിടെ മുസ്വദ്ദിഖ് എന്ന് പറഞ്ഞാൽ മുതസദ്ദിഖ്, തസദ്ദഖ യതസദ്ദഖു തസദ്ദുഖൻ, സദഖ നൽകുക, സദഖ നൽകുക. മുതസദ്ദിഖ്, അതിൽ നിന്ന് താഇനെ ഒഴിവാക്കി സ്വാദിന് ഷദ് കൊടുത്തുകൊണ്ടുള്ള ഒരു പാരായണ രീതിയാണ്. ഇന്നൽ മുസ്വദ്ദിഖീന വൽ മുസ്വദ്ദിഖാത്ത്, നിശ്ചയമായും സദഖ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും. വ അഖ്റദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹുവിന് ഏറ്റവും നന്നായി കടം നൽകുന്ന ആളുകളും. അഖ്റദ യുഖ്രിദു ഇഖ്റാദൻ, കടം നൽകുക. യുദാഅഫു ലഹും, അവർക്ക് ഇരട്ടിയായി നൽകപ്പെടും. വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലവും ഉണ്ടായിരിക്കും. വലഹും, അവർക്കുണ്ടായിരിക്കും അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലം. അപ്പോൾ ധാരാളമായി ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന വിഷയം സദഖയാണ്, ദാനധർമ്മം നൽകലാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കലാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടിയായി അവർക്ക് നൽകാം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണി പോലെയാണ്. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണികൾ, 700. പിന്നെ വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ 700ഉം കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകും.
അപ്പോൾ ഒരു ധാന്യമണി 700 700-നേക്കാൾ വർദ്ധിക്കുന്നത് പോലെ ചെറിയ സദക്കകൾ പോലും അള്ളാഹു 700-ലും അതിനേക്കാൾ കൂടുതലും ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു ഈത്തപ്പഴം യഖുദുർ റഹ്മാനു ബിയമീനിഹി, പരമകാരുണ്യകനായ അള്ളാഹു തൻ്റെ വലത് കൈയിൽ അത് സ്വീകരിക്കുന്നതാണ്. വക്കിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിൻ്റെ 2 കൈകളും വലതാണ്. അപ്പോൾ ഒരാൾ ഒരു ഈത്തപ്പഴം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അത് കൊടുത്ത ആൾ വാങ്ങുന്നതിനേക്കാൾ മുമ്പ് അത് സ്വീകരിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുഞ്ഞിനെ വളർത്തുന്നത് പോലെ ആ ഈത്തപ്പഴത്തെ അള്ളാഹു പ്രതിഫലത്തിൽ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നിട്ടൊരു പർവ്വതം പോലെ അതിനെ വലുതാക്കും. ഒരു ഈത്തപ്പഴവും പർവ്വതവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ നിങ്ങൾ, അത്രയും വലുതായിത്തീരും. അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. പലരും ധരിച്ചിട്ടുള്ളത് സദഖ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ധാരാളം പൈസയുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ചെറുത് 1 ദിർഹമാണെങ്കിലും ചെലവഴിക്കൂ. ഇനി ഇതൊന്നുമില്ലേ, ഒരു ഈത്തപ്പഴമാണോ വീട്ടിലുള്ളത്, അതൊരാവശ്യക്കാരന് കൊടുത്താൽ ഒരു പർവ്വതം പോലെ അത് വലുതാകുമെന്നാണ്. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്ത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ അഖറദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുന്ന ആളുകൾ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ചെലവഴിച്ചത് എങ്ങനെയെങ്കിലും തിരിച്ച് തന്നിലേക്ക് തന്നെ വരണമെന്ന് ആഗ്രഹിക്കും. ചിലർ അത് ഈ ലോകത്ത് തന്നെ ആഗ്രഹിക്കും, വേറെ ചില ആളുകൾ പരലോകത്ത് മതി എന്ന് വെക്കും. അങ്ങനെയുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് അള്ളാഹു, കടമായിട്ട് മതി, തിരിച്ചു തരാം, കടമായിട്ട് തന്നാൽ മതി. അങ്ങനെയുണ്ട്. ഇന്നാലിന്ന സ്ഥാപനം അത് നടത്താൻ പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഇന്നാലിന്ന സ്ഥലത്തൊരു പള്ളിയുടെ ആവശ്യമുണ്ട്, അവിടെ ഒരു സ്ഥലം വാങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചില ആളുകൾ കടമാണ് ഓഫർ ചെയ്യാറുള്ളത്, പിന്നെ കൊടുക്കാം, പക്ഷെ ഇപ്പോൾ കടമായിട്ട് തരാം. മുഴുവൻ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, ചിലർ ഒന്നുമല്ല അതിനു വേണ്ടി തന്നെ അങ്ങോട്ട് കൊടുക്കും. ചില ആളുകൾ കടമായിട്ട് കൊടുക്കും തിരിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കടമായിട്ട് തരാൻ ആരുണ്ട്? വ അഖറദുല്ലാഹ ഖർദൻ ഹസന യുദാഅഫു ലഹും, ഇരട്ടിയാക്കി അള്ളാഹു അവർക്ക് തരാം. വലഹും അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലവും തരാം, സ്വർഗ്ഗലോകം തരാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി ധനം ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെ ചാൻസായിട്ടാണ് കാണേണ്ടത്, അതിനൊരു പ്രയാസമായിട്ട് കാണാനും പാടില്ല. നമ്മുടെ മുന്നിൽ ഏതൊരാവശ്യവുമായി അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നാലും അത് നമ്മുടെ മുന്നിലെത്തിയ അള്ളാഹു കൊണ്ടുവന്ന് തന്ന വളരെ വലിയ ഒരു ചാൻസാണ്, അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ഈമാനിനെയും ഇഖ്ലാസിനെയും തഖ്വയെയും നിലനിർത്തുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പണം ചെലവഴിക്കുന്ന, ഖുർആനിലേക്ക് മടങ്ങി ഹൃദയത്തിൽ ആ ഈമാനിൽ വർധനവ് ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.